ഹായ് ഓൾ, വെൽക്കം ബാക്ക് അഗെയിൻ. ആദ്യം തന്നെ എൻ്റെ ചാനൽ കണ്ട് എൻ്റെ വീഡിയോസൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് വെൽ ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിൻ്റെ കമൻറ്റ് സെക്ഷൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴും കുറേ നഴ്സുമാർ ന്യൂസിലൻഡിൽ ജോബില്ലാതെ ഇരിപ്പുണ്ട്. ഒരു 10-12 അല്ലെങ്കിൽ എബോവ് എക്സ്പീരിയൻസ് ഉള്ള കുറേ പേരുണ്ട് ഇപ്പോഴും ജോലി കിട്ടാതെ, അല്ലെങ്കിൽ സ്റ്റിൽ എവിടെ നിന്നെങ്കിലും ഒരു ഇൻ്റർവ്യൂ കോൾസ് എങ്കിലും കിട്ടും എന്ന വിശ്വാസത്തോടെ ഇരിക്കുന്നവർ. അതുപോലെ തന്നെ വിസ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്പയർഡായി നിരാശരായി തിരികെ നാട്ടിൽ വന്ന കുറേ പേരുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഇനിയും ഇവിടുന്ന് ന്യൂസിലാൻഡിലോട്ടുള്ള ഒരു ഡ്രീം ഇപ്പോഴും കാത്തു വെച്ചിട്ട് അങ്ങടേക്ക് ട്രൈ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പം അവർക്കെല്ലാവർക്കും വേണ്ടി ഇപ്പം കറൻറ്റ്ലി ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടി ജോബ് ഹണ്ടിങ് ചെയ്യുന്ന എല്ലാ നഴ്സുമാർക്കും ഒരു ചെറിയൊരു ആശ്വാസവുമായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കറൻറ്റ്ലി ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ എടുത്തിട്ടുള്ള ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സുമാർക്ക് ഒരു ചെറിയ തോതിലൊരു ആശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം. നോട്ട് സൂൺ ബട്ട് ലേറ്റർ ഓൺ. അതായത് നമ്മുടെ ന്യൂസിലാൻഡ് പാത്വേയിൽ വന്ന കുറച്ച് മേജർ ചേഞ്ചസ് ആണ്. എല്ലാവർക്കും തന്നെ ഇതിനെപ്പറ്റി ഒരു ഓവർവ്യൂ കിട്ടി എന്ന് മനസ്സിലാക്കുന്നു. എങ്കിലും കുറച്ച് ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചിരുന്നു, എന്താടി ഇപ്പം കറണ്ട് സിറ്റുവേഷൻ, ഇപ്പം ഡയറക്റ്റ് നമുക്ക് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പം അവർക്ക് വേണ്ടിയാണ് മെയിൻലി ഈ വീഡിയോ. അപ്പം ഈ മേജർ ചേഞ്ചസ് എന്നാന്ന് വെച്ചാൽ, അതായത് 2024 മുന്നേ വരെ, അതായത് ജൂലൈ 1 മുന്നേ വരെ UK, അയർലൻഡ്, സിംഗപ്പൂർ, കാനഡ, USA എന്നീ പറയുന്ന യൂറോപ്യൻ കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന രജിസ്റ്റേർഡ് നഴ്സുമാർക്ക് അവിടുത്തെ രജിസ്ട്രേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എടുക്കാമെന്നുള്ളത് ഒരു ഈസി പ്രോസസ്സിംഗ് ആയിരുന്നു. അവർക്ക് കോമ്പറ്റൻസി അസസ്മെൻറ്റ് പ്രോഗ്രാമോ അല്ലെങ്കിൽ ന്യൂസിലാൻഡ് റിക്വയർഡ് സ്കോറിൻ്റെയോ ആവശ്യമുണ്ടായിരുന്നില്ല. എന്നാൽ ഈ 2024 ജൂലൈ 1 മുതൽ അങ്ങടേക്ക് ഇനി ആ ഒരു പാത്വേ അത്ര ഈസി ആയിരിക്കില്ല. ഇപ്പം ഇന്ത്യയിൽ നിന്നായാലും മറ്റ് കൺട്രീസിൽ നിന്നാണെങ്കിലും ഈ പറയുന്ന യൂറോപ്യൻ കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാർക്ക് ഈ ഒരു പാത്വേയിൽ വന്ന ഈ ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത് അവരെ നല്ല രീതിയിൽ തന്നെ അഫക്റ്റ് ചെയ്യും. അപ്പം അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ ഒരു സെൽഫ് അസസ്മെൻറ്റ് ടൂൾസോടെ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണത്. ടൂൾസ് അനുസരിച്ചിട്ട് ഇനി ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ, അതിപ്പം ഇന്ത്യയിൽ നിന്ന് ഈ പറയുന്ന യൂറോപ്യൻ കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാരാണെങ്കിലും മറ്റ് കൺട്രീസിൽ നിന്ന് ഈ കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാർക്കും ഇനി ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ അവർ ഒന്നുകിൽ അവിടെ BSc നഴ്സിംഗ് ഇനീഷ്യൽ രജിസ്ട്രേഷൻ അവർക്ക് ഉണ്ടായിരിക്കണം. അതുകൂടാതെ തന്നെ 1800 അവേഴ്സ് വർക്കിംഗ് അവേഴ്സ് അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പാത്വേയിലൂടെ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ ലഭിക്കുന്നതാണ്. അതായത് UK, അയർലൻഡ്, USA, സിംഗപ്പൂർ, കാനഡ എന്നീ പറയുന്ന യൂറോപ്യൻ കൺട്രീസിലെ രജിസ്റ്റേർഡ് നഴ്സുമാർക്ക് ഇനി ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടി അങ്ങനെയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അവർ മസ്റ്റായിട്ടും അവിടുത്തെ BSc നഴ്സിംഗ് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 1800 അവേഴ്സ് അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അങ്ങനെയുള്ള നഴ്സുമാരാണെങ്കിൽ ദേ ക്യാൻ ഈസിലി ഗെറ്റ് ദ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ. അതായത് ഈ പറഞ്ഞ യൂറോപ്യൻ ടെറിട്ടറിയിൽ നഴ്സിംഗ് രജിസ്ട്രേഷൻ ഇല്ലാത്തവരും അതുപോലെ തന്നെ 1800 അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാത്തതുമായ നഴ്സുമാർക്ക് ഇനി ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടി ഇന്ത്യയിൽ നിന്നും ഒരു കാൻഡിഡേറ്റ് എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെ അവർക്ക് അവിടെ ചെന്നിട്ട് റിക്വയർഡ് OET അല്ലെങ്കിൽ IELTS സ്കോറോടുകൂടി അവിടെ ചെന്നിട്ട് CAP പ്രോഗ്രാമോ അതുപോലെ തന്നെ OSCE കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇങ്ങനെ ഈ ഒരു മേജർ ചേഞ്ചസ് ഇത്രയും നാളും ന്യൂസിലാൻഡിലോട്ട് വരാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, അത്യാവശ്യം നല്ല പൈസ ചിലവുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന കൺട്രീസ് ആയിരുന്നു മറ്റു പല യൂറോപ്യൻ കൺട്രീസ്, അതായത് UK, അയർലൻഡ് പോലുള്ള കൺട്രീസിൽ ചെന്ന് കഴിഞ്ഞിട്ട് 1 ഇയറോ 2 ഇയറോ എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോഴത്തേനും അവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടുമ്പോൾ അവർക്ക് ഈസിലി ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടിയിട്ട് അതുവഴി ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുക്കുകയും അങ്ങനെ ന്യൂസിലാൻഡിലോട്ടോ ഓസ്ട്രേലിയയിലോട്ടോ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു അപ്ഡേഷൻ അനൗൺസ് ചെയ്തതോടുകൂടി UK നിന്നും മറ്റ് യൂറോപ്യൻ കൺട്രീസിൽ നിന്നും ന്യൂസിലാൻഡ് വഴി ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു നമ്പർ ഓഫ് നഴ്സസ്
വിസസിൻ്റെ ആപ്ലിക്കേഷനിൽ ഗണ്യമായ കുറവ് ഉണ്ടാകും. അപ്പം ഇത് കറൻ്റ്ലി ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന രജിസ്റ്റേർഡ് നഴ്സുമാർക്ക് ഒരു പരിധി വരെ ഒരാശ്വാസമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അപ്പം ഞാൻ എൻ്റെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുകൊണ്ട് നമ്മളൊരു ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഹ്യൂജ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് എംപ്ലോയറിന് കിട്ടുന്നുണ്ടെന്നും അതിൽ നിന്ന് ഇപ്പം ഇന്ത്യയിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻസും യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻസും എംപ്ലോയേഴ്സിന് കിട്ടിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ദേ വിൽ ചൂസ് ദ യൂറോപ്യൻ കൺട്രീസ് കാൻഡിഡേറ്റ്സ് പ്രൊഫൈലായിരിക്കും അവർ ചൂസ് ചെയ്യുന്നത്. കാരണം അവരുടെ ഹെൽത്ത് സിസ്റ്റവുമായിട്ട് ഒരു ഏകദേശം സാമ്യമുള്ള CVs അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു മേജർ ചേഞ്ചസ് വന്നതോടെ അവിടെയുള്ള ആപ്ലിക്കേഷൻസ് മറ്റ് യൂറോപ്യൻ, ഞാൻ ആദ്യമേ മെൻഷൻ ചെയ്ത യൂറോപ്യൻ കൺട്രീസിൽ നിന്നുള്ള ആപ്ലിക്കേഷൻസിൻ്റെ ആ ഒരു ഫ്ലോയിൽ ഒരു പരിധി വരെ നമുക്ക് ഹോൾഡ് ചെയ്ത് നിർത്താമെന്നും ഇത് ഇപ്പോൾ കറൻ്റ്ലി ന്യൂസിലാൻഡിൽ രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള നഴ്സുമാർക്ക് വലിയ ഒരു ആശ്വാസം ആകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. അത്ര പെട്ടെന്ന് ഒരു ചേഞ്ചസ് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഒരു 4 to 6 months there will be a difference we can see. എന്ന് വെച്ചാൽ ഓൾറെഡി കുറേ ആപ്ലിക്കേഷൻസ് പ്രോസസ്സിങ്ങിലാണ്. പക്ഷേ ഒരു ജൂലൈ 1 മുതൽ ഇങ്ങടേക്ക് ഇനി ഒരു ന്യൂ ആപ്ലിക്കേഷൻസ് ദ വിൽ നോട്ട് ബി ന്യൂ ആപ്ലിക്കേഷൻസ്. അപ്പം നമുക്ക് ഇപ്പോൾ കറൻ്റ്ലി ന്യൂസിലാൻഡിൽ ജോബ് ഹണ്ട് ചെയ്യുന്ന നഴ്സുമാർക്ക് ഒരു പരിധി വരെ ഒരു ആശ്വാസമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഇനി മുതൽ UK, അയർലൻഡ്, സിംഗപ്പൂർ, USA അങ്ങനെ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത കൺട്രീസിൽ നിന്നും ഇത്രയും നാളും ന്യൂസിലൻഡ് വഴി ഓസ്ട്രേലിയയിലേക്ക് ചേക്കേറിയിരുന്ന മറ്റു പല നഴ്സുമാർക്കും ഈ ഒരു മേജർ ചേഞ്ചസ് ഒരു വെല്ലുവിളിയായി തന്നെ മാറും. അതുപോലെ തന്നെ നന്നായി പ്രാർത്ഥിക്കാം. From my personal experience, I can say that without God we cannot do anything. അതായത് ഒരു പാസ്റ്റ് 7 to 8 months ശരിക്കും നമുക്കങ്ങനെ ഒരു ഫീൽ ഉണ്ടാകും. അതായത് കുറച്ച് പൈസയോ കുറച്ച് കഴിവോ അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാരുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ ഫാമിലീസ് ഉണ്ട്, എൻ്റെ റിലേറ്റീവ്സ് ഉണ്ട്. എനിക്ക് തന്നെ എൻ്റെ കസിൻസും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും യൂണിറ്റ് കോർഡിനേറ്റേഴ്സായിട്ടും രജിസ്റ്റേർഡ് നഴ്സായിട്ടും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് പോലും നമ്മളെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാനോ പറ്റാത്ത അവസ്ഥയായിരുന്നു. കാരണം അവിടെ അതിനനുസരിച്ചുള്ള വേക്കൻസീസ് ഇല്ല. അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ കൂടെ ഒരു ജോബ് ക്രൈസിസ്, അതായത് റെസഷൻ കൂടെ അവർ അനൗൺസ് ചെയ്തപ്പം എല്ലാം ശുഭം. അപ്പം എല്ലാവർക്കും നല്ലപോലെ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ നമുക്കൊരു ഹെസിറ്റേഷൻ ഉണ്ടാവില്ല, അയ്യോ ഞാനിത് അന്ന് അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പകുതിക്ക് വെച്ച് നിർത്തണ്ടായിരുന്നു, അങ്ങനെ ഒരു ചിന്ത നമുക്കൊരിക്കലും വരരുത്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ പറഞ്ഞോട്ടെ, നിങ്ങൾ ജൂലൈ 1 മുന്നേ CGFNS പ്രോസസ്സിംഗ് ഒക്കെ ഫീസ് പേയ്മെൻറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ബാധകമല്ലായിരിക്കും. എന്നാൽ ജൂലൈ 1 മുതൽ നിങ്ങളുടേക്ക് ആപ്ലിക്കേഷൻസ് ഇട്ടവർക്ക് ഈ ഒരു മേജർ ചേഞ്ചസ് അഫക്റ്റ് ചെയ്യും. അപ്പം ഞാൻ വിശ്വസിക്കുകയാണ്, ഇപ്പോൾ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ന്യൂസിലാൻഡിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന, പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനും ഒരു 4 to 6 months കുറച്ച് വേക്കൻസീസോടെ നമുക്ക് അവൈലബിൾ ആവാൻ തുടങ്ങുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് അധികം നഴ്സുമാർ ന്യൂസിലാൻഡിലാണെങ്കിലും ഇപ്പോൾ റിട്ടയർഡ് ആവാനായിട്ട് നിൽക്കുന്നുണ്ട്. അതെപ്പോഴാണെന്ന് നമുക്കറിയില്ല. എനിവേ അതും നമുക്കൊരു പോസിറ്റീവ് തോട്ട് തരുന്നു. അപ്പം പ്രോസസ്സിങ് ചെയ്ത എൻ്റെ കുറേ ഫ്രണ്ട്സ് ചോദിച്ചിട്ട് ഇതിനി എന്ത് ചെയ്യണം, പ്രോസസ്സിങ് ഇടയ്ക്ക് വെച്ച് നിർത്തണോ? പിന്നെ കുറച്ച് പേർക്ക് ക്യാപ് അഡ്മിഷൻ്റെ ലിങ്കൊക്കെ അയച്ചു കൊടുത്തിട്ടും അഡ്മിഷൻ എടുക്കാൻ അവർ പേടിച്ച് നിൽക്കുന്നുണ്ട്. കാരണം കറൻ്റ്ലി ചെയ്യുന്ന ജോബിൽ നിന്ന് അവർക്ക് ലീവ് കിട്ടുന്നില്ല. അപ്പം ഇടയ്ക്ക് വെച്ച് നിർത്തി വൺസ് റിസൈൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് ജോബ് ഇല്ലാതെ അവിടെ വെറുതെ ഇങ്ങനെ ഞങ്ങളെപ്പോലെ നോക്കിയിരിക്കേണ്ടി വരുമോ? അപ്പം അങ്ങനെയൊന്നുമുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും ജോബ് റിസൈൻ ചെയ്യാതിരിക്കുക. മാക്സിമം അവരോട് ഒരു 2 weeks അല്ലെങ്കിൽ 1 week മതിയും തോന്നി. ഇപ്പോൾ ക്യാപ്പ് അല്ലാത്തതുകൊണ്ട് ഓസ്കി ആണല്ലോ. അപ്പം അത്രയും സമയത്തേക്കിന് ഒരു കുറച്ച് ലീവ് എന്തെങ്കിലും റീസൺ പറഞ്ഞ് നിങ്ങളുടെ കറൻറ്റ് എംപ്ലോയേഴ്സിൽ നിന്ന് ലീവ് എടുത്തിട്ട് പോയി ജോലി റിസൈൻ ചെയ്യാതെ അവിടെ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരിക നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് പ്രോസസ്സിങ് കഴിഞ്ഞ് വിത്ത്
വർക്കിംഗ് വിസയോടുകൂടി എല്ലാവർക്കും ഒരു നിങ്ങളുടെ ഡ്രീം സക്സസ്ഫുള്ളി അച്ചീവ് ചെയ്യാൻ ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ വീഡിയോ പെട്ടെന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ലാസ്റ്റ് എൻ്റെ വീഡിയോസിൻ്റെ കമൻറ്റ് സെക്ഷനിൽ കണ്ട ഒരു ക്വസ്റ്റ്യനാണ്. എനിക്ക് 2 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്, ഇപ്പോൾ ഞാൻ ന്യൂസിലൻഡിൽ പോയാൽ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചിരുന്നു. അപ്പം അവരോട്, അങ്ങനെയുള്ള കുറേ കാൻഡിഡേറ്റ്സ് ഉണ്ട്, അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, കറൻ്റ്ലി ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾ 2 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അവിടെ ജോബ് കിട്ടുമെന്ന്. പക്ഷേ യു ക്യാൻ ഗോ ടു ന്യൂസിലാൻഡ്, ഗെറ്റ് ദ രജിസ്ട്രേഷൻ ഡൺ ആൻഡ് കം ബാക്ക്. നിങ്ങളുടെ കറൻറ്റ് ജോബ് റിസൈൻ ചെയ്യാതെ വേണം കേട്ടോ പോകാൻ. എന്നിട്ട് നിങ്ങൾക്ക് ഒരു അത്യാവശ്യം നിങ്ങളുടെ പ്രോസസ്സിംഗ് ഒക്കെ, ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ കിട്ടിക്കഴിയുക, ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് തന്നെ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാം. ഇഫ് യു ആർ സെലക്റ്റഡ് യു ക്യാൻ പ്രൊസീഡ് ദ പ്രോസസ്സിംഗ്. ഇവിടെ തന്നെ വെച്ച് നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാം. വൺസ് നിങ്ങൾക്ക് വർക്കിംഗ് വിസയോടുകൂടി നിങ്ങളുടെ ഡ്രീം കൺട്രിയിലോട്ട് എത്താൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. കാരണം ഞാൻ ആക്ച്വലി 14 പേരെ ഉണ്ടായിരുന്നുള്ളൂ എനിക്കൊരു സബ്സ്ക്രൈബേഴ്സായിട്ട്. അപ്പം ഇപ്പോൾ അതൊരു 166 എത്തി നിൽക്കുന്നു, ഒരു വിത്തിൻ 5 to 6 days. സോ അപ്പം അതൊരു എനിക്ക് കിട്ടുന്നൊരു വലിയൊരു അച്ചീവ്മെൻ്റായിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ കീപ് സപ്പോർട്ടിങ് മീ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ and have a nice day.